ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു 4 മണി പലഹാരം പരിചയപ്പെട്ടാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടേ. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, അതിലേക്ക് കുറച്ച് അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ അവിലും തേങ്ങയും കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുകയാണേ. അപ്പോൾ ഈ തേങ്ങയിലുള്ള തേങ്ങാപ്പാലും എല്ലാം കൂടെ ആയിട്ട് ഈ അവിൽ നന്നായിട്ട് നനഞ്ഞ് കിട്ടും. ഒരല്പം അവിലും കൂടെ ഇടുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് ശർക്കര. മധുരം കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളേ. പിന്നെ ഒരു 4 ഏലക്കായും കൂടെ ഒന്ന് ചതച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വിരവി എടുക്കണം കേട്ടോ. ശർക്കര ചൂടാക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല, ഇത് വേറൊരു രീതിയിലാണേ. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള തയ്യാറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം, എങ്കിൽ മാത്രമേ ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ വെച്ച് തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി നമ്മളെ മാവ് എടുക്കണേ. തിളച്ച വെള്ളത്തിൽ തന്നെ മാവ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാവ് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ഈ മാവിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. പച്ചവെള്ളം നമ്മളെ കയ്യിൽ തൊട്ട് ഈ ചൂടോട് തന്നെ കുഴയ്ക്കണം, എങ്കിൽ മാത്രമേ ഈ മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഞാൻ ഈ മാവിനെ, കുഴച്ച് വെച്ച മാവിനെ ഞാൻ ഓരോ ഉണ്ടകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ ഒരു വട്ടം ആക്കി എടുക്കുന്നുണ്ടേ. ഈ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഒരു കുഴുവായിട്ട് ഇരിക്കും. അപ്പം നമുക്കിതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാനിതെല്ലാം നല്ല രസമല്ലേ കാണാൻ. കണ്ട ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് നന്നായിട്ട് അടച്ച് ഉരുട്ടി നല്ല ഓരോ ഉരുളയാക്കി എടുക്കാം. പൊട്ടിപ്പോവാത്ത രീതിയിൽ എടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് വെച്ച് പുറത്തോട്ട് വരരുത് കാര്യം, അല്ലെങ്കിൽ ആവിയിൽ വയ്ക്കുമ്പം ഈ ശർക്കര അലിഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വരണം. ഈ മാവ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്പം വെള്ളം, കയ്യിൽ വെള്ളം ഒരല്പം തടയി കൊടുത്താൽ മതി, നന്നായിട്ട് ഒട്ടി വരും. ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ ഷേപ്പിൽ ഉണ്ടയാക്കി എടുത്തു. കണ്ടോ, നന്നായിട്ട് ഓരോ ഉരുളയായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എല്ലാ മാവിൻ്റെ അകത്തും ഫില്ലിങ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇഡലി ചെമ്പടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം തിളയ്ക്കുമ്പോൾ നമ്മളെ ഈ ഓരോ ഉരുളകളാക്കി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കതിനെ എടുത്ത് മാറ്റി തണുക്കാൻ വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം. ഇപ്പം നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചായ കൂടെ ഇടുന്നുണ്ട്. എന്തായാലും പാൽ ചായ ഇടാമെന്ന് വിചാരിച്ചു. കട്ടൻ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ നോക്കിയപ്പം പാൽ ചായ ഇടാമെന്ന് കരുതി. ഏലക്കയൊക്കെ ഇട്ടുള്ള നല്ലൊരു അടിപൊളി ചായയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 4 മണി പലഹാരം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ, മറക്കരുത്.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു.